ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹൈഡ് കുക്കിയുടെ എപ്പിസോഡ് 3 ആണ് ചാനലിൽ കാണാൻ പോകുന്നത്. ഇവിടെ സിയങ് അച്ഛനെ പേടിച്ച് റൂമിൽ ഒളിച്ചിരിക്കുന്നത് കാണിച്ചാണ് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആയത്. അയാൾ മിനിയങ്ങിന്റെ മുഖത്ത് ചില്ല് കഷ്ണം കൊണ്ട് കുത്തിക്കീറുന്നുണ്ട്. വേദന എടുത്ത് വിളിക്കുന്ന ഒച്ച കേട്ട് സിയങ് ഡോറ് തുറക്കുന്നുണ്ടെങ്കിലും അച്ഛൻ തന്നെ അബ്യൂസ് ചെയ്താലോ എന്ന് പേടിച്ച് റൂം പൂട്ടി അകത്ത് തന്നെ ഇരിക്കും. ഈ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായില്ലേ, ഓവർകം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കണ്ണാടി നോക്കി സ്വന്തമായി തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. മിന്യങ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്ന ടൈം ഡോറിൽ ഒരു എക്സ്ട്രാ ലോക്ക് കൂടി വച്ച് പിടിപ്പിക്കുന്നതായി കാണാം. സ്കൂളിൽ എത്തുന്നതും ഹായൂൺ നീ ഓക്കെ ആണോ എന്ന് കേറോടെ ചോദിക്കുന്നത് കേട്ട് നിനക്ക് ഇനിയും കാശ് വേണോ എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. നിന്റെ ചേച്ചി നിന്നെ ശ്രദ്ധിക്കാനായി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുക്കിയിൽ ഡ്രഗ്സ് എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ? ഞാനാണ് ആ കുക്കി തന്നതെന്ന് എന്തിനാണ് നീ കള്ളം പറഞ്ഞത്? ഇത് കേട്ട് ടെൻഷനാകുന്ന അവൾ ചേച്ചി ഇനി എന്തെങ്കിലും ചോദിച്ചാൽ റിപ്ലൈ കൊടുക്കണ്ട, ആ കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്തേക്ക്, അല്ലേലും ഒരു കുക്കിയിലൊക്കെ മയക്കുമരുന്ന് ചേർക്കുവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് കേട്ട് അവളും ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടക്കും. അപ്പോഴാണ് അവളെ കാണാനായി ആ പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതനുസരിച്ച് സിയങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുക്കി പരിശോധിച്ചതിൽ നിന്നും അതൊരു സാധാ കുക്കിയാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. അവിടെ നിറങ്ങുമ്പോഴാണ് ഫാക്ടറിയിലേക്ക് ചെല്ലാനായി ആവശ്യപ്പെട്ട് ഫാക്ടറിയുടെ ഡയറക്ടർ കോൾ ചെയ്യുന്നത്. ഡയറക്ടർ അവളെ വിളിച്ചു വരുത്തി ടീം ലീഡർ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നുണ്ട്. എസ് ക്ലാസ്സിലേക്ക് പുതുതായി വന്ന കുട്ടി ഇദ്ദേഹത്തിന്റെ മകളാണ്. നിന്റെ അനിയത്തിയുടെ സെയിം ക്ലാസ്സിലാണ് എന്റെ മകളും പഠിക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പണ്ട് ആ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനായി ഞാൻ ഒരുപാട് കാശ് ചിലവാക്കിയതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ എസ് ക്ലാസ്സിലേക്ക് മാറ്റം കിട്ടിയതിൽ സന്തോഷിക്കണമോ സങ്കടപ്പെടണമോ എന്നറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. എസ് ക്ലാസ്സിലെ ഒരു കുട്ടി മരിച്ചതുകൊണ്ടാണ് എൻ്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയതെന്ന് പറയുമ്പോഴാണ് അനിയത്തിയുടെ ക്ലാസ്സിലെ ഒരു കുട്ടി മരിച്ച കാര്യം അവൾ അറിയുന്നത്. ഈ മരണത്തിന്റെ കാര്യമൊന്നും മിന്യങ് അവളോട് പറഞ്ഞിട്ടുണ്ടാകില്ല. സിയങ്ങിന്റെ എക്സ്പ്രഷനും ചോദ്യവും കേൾക്കുമ്പോഴേ ഇവൾക്ക് ആ മരണത്തെ പറ്റി അറിയില്ല എന്ന് ഡയറക്ടറിന് മനസ്സിലാകും. ചിലപ്പോൾ ടെൻഷൻ ആകണ്ട എന്ന് കരുതിയായിരിക്കും അനിയത്തി അതേപറ്റി പറയാത്തതെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്റെ മോളിപ്പോ മരിച്ച കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് പേടിച്ച് ഫോൺ വിളിക്കാറുണ്ട്. മിന്യങ്ങിനോട് അവളെ ഒന്ന് ശ്രദ്ധിക്കാമോ എന്ന് ചോദിക്കുന്നതും അവളും സന്തോഷത്തോടെ അനിയത്തിയോട് പറയാമെന്ന് തലയാട്ടും. അവിടുന്ന് കട്ട് ചെയ്ത് പോലീസ് ഓഫീസർ അവളോട് സംസാരിക്കുന്നതിനിടെ ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം സൂജിങ്ങിന്റെ മരണത്തിന് കാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിശദമാക്കുന്നതും എങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അയാളോട് ചൂടാകുന്നുണ്ട്. നിന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയല്ലേ മരിച്ചത്, എന്നിട്ട് നിനക്ക് അതിന്റെ ഒരു വിഷമമൊന്നുമില്ലല്ലോ? ആ കുട്ടിയുടെ മരണത്തിൽ ഇവിടുത്തെ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ ആർക്കും തന്നെ യാതൊരു വിഷമവുമില്ല. എല്ലാവരും അക്കാദമിക്സിന്റെ പുറകെയാണ്. അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന ചെൻ ഇനിയും ഈ സ്കൂളിൽ പോലീസിന് കയറേണ്ട കാര്യമില്ല, എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് മിന്യങ്ങിനെ ക്ലാസ്സിലേക്ക് പറഞ്ഞുവിടും. സ്റ്റഡി ഗ്രൂപ്പിലെത്തുന്ന മിന്യങ്ങിനോട് എന്തിനാണ് പോലീസ് വിളിച്ചതെന്ന് ഹായൂൺ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ആ കുക്കി കണ്ട കാര്യം പോലീസിനോട് പറയാത്തത് എന്ന് ജോ ചോദിക്കുന്നതും അവളുടെ മരണം ഹാർട്ട് അറ്റാക്ക് കാരണമല്ലേ, അപ്പോ പിന്നെ കുക്കിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് ഷിൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. നീയും ഇപ്പോൾ ഇവളുടെ സൈഡാണോ എന്ന് ജോ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഡിസ്റ്റർബ് ആകുന്ന സോഹി അവിടെ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകും. അവളുടെ കയ്യിലും ആ സെയിം ഹൈ കുക്കി കാണാം. അന്നേരം തന്റെ തൊട്ടുപുറകിൽ സൂജിങ്ങിന്റെ ആത്മാവ് വന്ന് നിൽക്കുന്നതായി തോന്നുന്നുണ്ട് അവൾക്ക്. ആ കുക്കിയുമായി എങ്ങോട്ടേക്കോ പോകുന്നത് കാണിച്ച് കട്ട് ചെയ്താൽ ഇവിടെ സിയങ്ങിനെ പെർമനന്റ് ആക്കി എന്ന് ഡയറക്ടർ പറയുന്നത് കേട്ട് അവളും ഒരുപാട് ഹാപ്പിയാണ്. സോഹി നേരെ വരുന്നത് ആ പോലീസ് ഓഫീസറിനെ കാണാനാണ്. എസ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനായി ഞാനാണ് ഇത് ഉപയോഗിച്ച് അവളെ കൊന്നതെന്ന് പറഞ്ഞ് ആ കുക്കി അയാളെ ഏൽപ്പിക്കും.
ഞാൻ എല്ലാം തുറന്നു പറഞ്ഞില്ലേ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ എന്ന് സൂജിങ്ങിന്റെ ആത്മാവിനോട് ചോദിക്കുന്നത് കേട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ ഒന്നും മനസ്സിലാകാതെ നിൽപ്പുണ്ട്. സിയങ് മിനിയങ്ങിനെ വിളിച്ച് ക്ലാസ്മേറ്റ് മരിച്ച കാര്യം പറയാത്തതിനെ പറ്റി ചോദിക്കുന്നതും ചേച്ചി ടെൻഷനാകുമെന്ന് കരുതിയാണ് പറയാത്തത്. ചേച്ചി ഈ കാര്യം എങ്ങനെയാണ് അറിഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡയറക്ടറിന്റെ മകളാണ് പുതുതായി ജോയിൻ ചെയ്ത സോഹി എന്ന് പറയുന്നതും അന്നേരം കയ്യിൽ ഒരു കുക്കിയുമായി പോലീസുകാരനോടൊപ്പം സോഹി പോകുന്നതായി കാണുന്നുണ്ട്. ഈ കുക്കി കഴിച്ചാൽ എക്സാം പാസ്സാകുമെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്ന ഓഫീസറുടെ ചോദ്യത്തിന് അങ്ങനെയല്ല, എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടക്കും. പക്ഷേ ഒരു കുക്കി മാത്രമേ ഒരു ദിവസം കഴിക്കാവൂ. അവിടുന്ന് കട്ട് ചെയ്ത് സൂജിങ് മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം നടന്ന കാര്യമാണ് കാണിക്കുന്നത്. എക്സാമിന്റെ തലേ ദിവസം വാഷ്റൂമിലേക്ക് വരുന്ന ടൈം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂജിനെ കാണും. ഉറങ്ങാതിരുന്ന് പഠിച്ചാലേ ക്ലാസ്സിൽ ഫസ്റ്റ് വരൂ എന്ന് പറയുന്നത് കേട്ട് ഇത് കഴിച്ചാൽ ഉറക്കം വരില്ല, കൂടുതൽ പഠിക്കാനും പറ്റും എന്ന് പറഞ്ഞ് ആ കുക്കി കൊടുക്കും. അവൾ അത് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സോഹി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കഴിച്ചതിന്റെ ഹാങ് ഓവറിൽ അവൾ എല്ലാ പ്രോബ്ലംസും സ്പീഡിൽ തന്നെ സോൾവ് ചെയ്യും. രാവിലെ ആകുമ്പോഴേക്കും എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് തീർത്തത് കണ്ട് അവൾക്ക് തന്നെ അത്ഭുതം. എക്സാം സമയത്തും എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും സോഹിയോട് ആ കുക്കി വേണമെന്ന് ആവശ്യപ്പെടുന്നതും നീ ചോദിക്കുമെന്നറിയാവുന്നത് കൊണ്ട് നിന്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് കാണിച്ച് കട്ട് ചെയ്താൽ ഇതൊക്കെ പോലീസിനോട് പറയുമ്പോഴും സോഹിക്ക് യാതൊരു കുറ്റബോധവുമില്ല. എങ്ങനെയും അവളെ കൊന്ന് എസ് ക്ലാസ്സിലേക്ക് വരണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ എസ് ക്ലാസ്സിലെ ബാക്കി കുട്ടികളെ ചോദ്യം ചെയ്യരുത് എന്നവൾ പറയുന്നത് കേട്ട് ഇതിന് പുറകിൽ വേറെയും സ്റ്റുഡൻസ് ഉണ്ട് എന്ന ഡൗട്ട് ആ ഓഫീസർക്ക് വരുന്നുണ്ട്. പക്ഷെ അതാരാണെന്ന് അവളോട് എത്ര നിർബന്ധിച്ച് ചോദിച്ചിട്ടും പറയുന്നില്ല. അവൾക്ക് അപ്പോഴും സൂജിങ്ങിന്റെ ആത്മാവ് തന്നെ പിന്തുടരുമെന്ന പേടിയാണ്. ഇതെല്ലാം മാറി നിന്ന് മിനിയൊങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു. ഓഫീസറിന് ഒരു കോള് വരുന്ന ഗ്യാപ്പിൽ അയാൾ അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുന്നതും സോഹിയെ മാറ്റി നിർത്തി നീയാണോ സൂജിങ്ങിന് ആ കുക്കി കൊടുത്തതെന്ന് മിനിയും ചോദിക്കുന്നുണ്ട്. കാരണം സൂജിങ് കുക്കി കഴിച്ച് മരിച്ചെന്ന് മാത്രമേ അറിയാവൂ. അതാരാണ് കൊടുത്തതെന്ന് അവൾക്കറിയില്ല. മിനിയങ് സോഹിയെ കൊണ്ടും ആ ഹൈ കുക്കി നിർബന്ധിച്ച് കഴിപ്പിക്കും. അത് കഴിക്കുന്നതും അവളുടെ കണ്ണും മഴവില്ലിന്റെ നിറമാകുന്നുണ്ട്. ഈ ടൈം ആ ഓഫീസർ സോഹിയെ കാണാതിരിക്കാനായി ഷിൻ അങ്ങോട്ടേക്ക് എത്തി. എനിക്ക് ഭാവിയിൽ പോലീസ് ആകാനാണ് ആഗ്രഹം, അതിന് ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ ഓരോന്നും ചോദിച്ച് അയാളെ ഡൈവേർട്ട് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. സോഹി നേരെ ഓഫീസറിനോട് വന്ന് ഞാനല്ല അവളെ കൊന്നത്, എല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് പിച്ചും പേയും പറയും. അച്ഛാ, അമ്മ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ എസ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടി, എന്റെ 3 വർഷത്തെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ കറങ്ങി വീഴും. അന്നേരം അവൾ ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ട് അന്ന് സൂജിനും ഇങ്ങനെ ചിരിച്ചോണ്ടാണിരുന്നത് എന്ന ഡൗട്ട് ഓഫീസർക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് ആ സ്കൂളിലെ ഫയർ അലാറം അടിക്കുന്നതും എല്ലാ സ്റ്റുഡൻസും ഇറങ്ങി ഓടുന്നുണ്ട്. ഷിൻ മിനിയങ്ങിനെ മാറ്റി നിർത്തി അവളോട് കുക്കി കാണിച്ച് ഇതെടുക്കാനായാണോ നീ പോകുന്നതെന്ന് ചോദിക്കുന്നതും അവന്റെ കയ്യിൽ ആ കുക്കി കണ്ട് അവളൊന്ന് ഞെട്ടുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഓഫീസർ അവളെ നേരെ സിക്ക് റൂമിൽ എത്തിച്ചെങ്കിലും അപ്പോഴും അവളുടെ മുഖത്തെ ആ ചിരി മാഞ്ഞിട്ടുണ്ടാകില്ല. അന്നേരമാണ് പോക്കറ്റിലുണ്ടായിരുന്ന ആ കുക്കി മിസ്സായ കാര്യം അയാൾ ശ്രദ്ധിക്കുന്നത്. സോഹി എഴുന്നേറ്റാൽ വിളിക്കാനായി ഒരു കാർഡ് കൊടുത്ത ശേഷം ഫയർ അലാറം അടിച്ചത് ആരാണെന്നറിയാനായി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്ന ടൈം അതിന്റെ CCTV ഫോട്ടേജ് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ കുക്കി മോഷ്ടിക്കാൻ വേണ്ടി ആരെങ്കിലും ഈ ഫോട്ടേജ് നശിപ്പിക്കുമോ? സോഹി തലകറങ്ങി വീണത് പഠിത്തത്തിന്റെ സ്ട്രെസ് കാരണമാണ്. തനിക്ക് എത്ര കുക്കി വേണമെങ്കിലും വാങ്ങിക്കഴിച്ചോ എന്ന് കളിയാക്കി അയാള് കാശ് കൊടുക്കുന്ന ടൈം മറ്റൊരു ടീച്ചറും അങ്ങോട്ടേക്ക് എത്തി കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഷിന്നിനോട് സംസാരിച്ച കാര്യം ഓർക്കുന്നത്. കറക്റ്റ് ടൈം അവനും അങ്ങോട്ടേക്ക് വരും. ദാ ഇവനാണ് എടുത്തതെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഇയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലെന്ന് അവൻ കള്ളം പറയുന്നത് കേട്ട്
നീ എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്? നിന്നെ ഞാൻ ഒരു ദിവസം പൊക്കുമെന്ന് പറഞ്ഞാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ ഷിൻ മിന്യുങ്ങിനെ പിടിച്ചു നിർത്തി ആ കുക്കി എടുത്തതിന്റെ CCTV ഫോട്ടേജ് നശിപ്പിച്ചിട്ടുണ്ട്. അതോർത്ത് നീ പേടിക്കണ്ട. ഇത് ഉപയോഗിച്ചാണോ നീ സൂജിങ്ങിനെ കൊന്നത്? നീയാണല്ലേ ഇതിവിടെ സപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് കേട്ട് ടെൻഷനാകുന്ന അവൾ സേഫ്റ്റിക്ക് വേണ്ടി ഒരു കത്തി കയ്യിൽ കരുതുന്നുണ്ട്. നീ ആരാണെന്ന് അവൾ ചോദിക്കുന്നതും അത് നിന്റെ ആന്റിയോട് ചോദിക്ക്, അവർ പുറത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് ഡോറ് തുറക്കുന്നതും അവൾ വിളിക്കാറുള്ള ആന്റി റൂമിലേക്ക് എൻ്റർ ആകുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.